ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഓണം അടിപൊളിയായി ആഘോഷിച്ചു എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഓണം ചെറിയൊരു ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു കേട്ടോ. എങ്കിലും അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. മക്കൾക്കൊക്കെ അവധിയല്ലേ, അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും ഒരിടത്ത് ടൂർ പോവാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. പിന്നെ ഈ യാത്രയിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്, സ്പെഷ്യലായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ ചെറിയ ജലദോഷവും ഒക്കെ ഉണ്ട് മക്കൾക്കായാലും ഞങ്ങൾക്കായാലും. അതൊന്നും കണക്കിലെടുക്കാതെ ഞങ്ങളിതാ പോവുകയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ ഇവിടെ ഒരുപാട് മാനുകളെ ഞങ്ങൾ കണ്ടു. കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് പകൽ ഒത്തിരി ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് തവണ മാനിനെയാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ. കഴിയുന്ന അത്ര ഫോട്ടോസ് വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കാടിനുള്ളിൽ കൂടെയുള്ളൊരു യാത്രയാണ്. അടിപൊളി യാത്രയായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങി. കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, രാവിലെ സ്പീഡിലിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് കാടിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഇങ്ങനെ കാണുന്ന മൃഗങ്ങളെല്ലാം വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ഞാൻ ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്തു. ഞാൻ ഡ്രൈവിങ് പഠിച്ചു, ലൈസൻസ് എടുത്തു. അതിൻ്റെ എല്ലാത്തിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. ഏട്ടൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പഠിച്ചത്. എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ വണ്ടി എടുക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കാൻ പാടില്ല എന്നൊക്കെ ഏട്ടനൊരു നിർബന്ധമുണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ പഠിക്കുക. എൻ്റെ ജീവിതത്തിന് തന്നെ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. മറ്റുള്ളവർ നമ്മുടെ സഹായം തേടും, പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ ആരും കാണില്ല എന്നുള്ളത്. ടോൾ ഗേറ്റ് കണ്ടു, അവിടെ ഇനി പൈസ കൊടുക്കണം. അപ്പം ഞാനാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇത്ര ലോങ് ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും മക്കളുമായിട്ടുള്ള ഒരു അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് മൈസൂർ പാലസ് കാണണമെന്നുണ്ടായിരുന്നു. അത് ഒരു വലിയൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും മക്കൾക്ക് സ്കൂളിൽ അടപ്പായത് കൊണ്ട് തന്നെ ഒരു 10 ദിവസത്തെ ലീവുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ പെട്ടെന്ന് ഉള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ മൈസൂർ പോകാനുള്ള ഒരു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. പോണ വഴിക്ക് കുറേ പൂക്കളൊക്കെ ഉള്ള കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഒരുപാട് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പച്ചക്കറിക്കൊക്കെ പൈസ നല്ല കുറവാണ്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് പോകണം. അപ്പോൾ പോകുമ്പോൾ എന്തായാലും നമ്മൾ അത്രയും വേഗം അവിടെ എത്തണം എന്നുള്ള ഒരു ഇതിലാണ് പോണത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കാണുന്ന സ്ഥലത്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള ഒരു യാത്രയായിരുന്നു. 3-4 ദിവസമായി വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ജലദോഷവും ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ മാറിയതിന് ശേഷം എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ നീട്ടി വെച്ചിരുന്നത്. ഗുണ്ടിൽപേട്ട അങ്ങനെയുള്ളൊരു സ്ഥലം വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഉടുപ്പി ഹോട്ടൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിനി പോകാം. അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തു. രാവിലെ അവിടെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് മാറി പോകുമ്പോൾ ഭക്ഷണത്തിനൊക്കെ നമുക്കൊരു വ്യത്യാസം ഉണ്ടാവും. എന്നാലും
അങ്ങനെ മോൾക്ക് ഉഴുന്ന് വട അത് മതിയെന്ന് പറഞ്ഞ് ചെറിയ മോൾക്ക്, മൂത്ത മോൾക്ക് മസാല ദോശ വാങ്ങി, ഞാൻ ഇഡ്ഡലി വാങ്ങി വടയുമായിട്ട്. ചേട്ടൻ പ്ലെയിൻ ദോശയാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അതൊക്കെ കഴിച്ച്, ചേട്ടൻ വട വാങ്ങിയില്ല, അങ്ങനെ പ്ലെയിൻ ദോശ മാത്രമേ വാങ്ങിയുള്ളൂ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ദൂരം ഓടിപ്പോവാണ്ട് അപ്പോൾ ചായയൊക്കെ വാങ്ങി കേട്ടോ. ചായ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ അടിയിലൊരു പാത്രമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഇനി പോണ വഴിക്ക് മക്കൾക്ക് ഗുളിക കൊടുക്കണം. ഗുളികയും വെള്ളവും എല്ലാം എടുത്താണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗുളിക എല്ലാം മക്കൾക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് യാത്ര തിരിക്കുകയാണ്. നമ്മൾ പോണ വഴിക്ക് 2 ടോൾ ഗേറ്റ് കടന്ന് വേണം പോകാൻ. അപ്പോൾ രണ്ടാമത്തെ ടോൾ ഗേറ്റും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെയും നമ്മൾ ക്യാഷ് അടയ്ക്കണം. ക്യാഷ് അടച്ച് നമ്മൾ പോകുന്നു. മൈസൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എയർപോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിത് അറിയില്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഒരു അമ്പലം, അമ്പലത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. മൈസൂർ എത്താനായി. അപ്പോൾ ഈ റോഡ് ഇനി കുറച്ചുകൂടെ പോകുമ്പോൾ മൈസൂർ പാലസ് എത്താറായി. ഇതാ പോണ വഴിക്ക് കുതിര വണ്ടിയെ കണ്ടു കേട്ടോ. കുതിര വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കയറാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് തിരിച്ചെത്തുമ്പോൾ കാട്ടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഒരുപാട് വൈകി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. അപ്പോൾ ഇതായില്ല മൈസൂരെത്തി. ഇതാണ് പാലസ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പാലസിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. കഴിയുന്നത്ര ഞാൻ പാലസിൻ്റെ ഉള്ളിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. കാണാത്ത ഒരുപാട് പേര് കാണും, അവർക്കൊക്കെ കുറച്ചെങ്കിലും കാണാൻ പറ്റട്ടെ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറി. അപ്പോൾ കൊണ്ടുപോയ ബാഗ് ഇതിൽ ഒന്ന് ചെക്ക് ചെയ്ത് മാത്രമേ അകത്തോട്ട് കയറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു പോകാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മളിതാ പോകുന്നുണ്ട്. ഇനി എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അച്ഛനും മോളും ഫ്രണ്ടിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് മക്കൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പെല്ലാം അഴിച്ച് അവിടെ കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും നമ്മുടെ ബാഗ്, ഞങ്ങളെ കയ്യിലുള്ള ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. അതെല്ലാം കഴിഞ്ഞു ഞങ്ങളിതാ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. മാക്സിമം ഞാൻ വീഡിയോ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം.
ഒരുപാട് അടിപൊളി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നല്ല കാണാൻ ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ഇനി ചെരുപ്പൊക്കെ തിരിച്ച് വാങ്ങി. എന്നിട്ട് ഇതിൻ്റെ പുറം ഭാഗത്ത് ഒരു അമ്പലമുണ്ട്, അവിടെയൊക്കെ കയറി. ഇതിൻ്റെ ഇനി ലോങ് ആയിട്ട് കുറച്ച് വീഡിയോകൾ കൂടി ഉണ്ട്, അത് ഇതിൻ്റെ രണ്ടാം പാർട്ടായിട്ട് ഞാൻ ഇതിലിട്ടേക്കാം. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്കാം. ഇനി അടുത്തൊരു സ്ഥലത്ത് പോയത് ഇതിൻ്റെ ബാക്കിയായിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അടുത്ത് വേറൊരു സ്ഥലത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ വഴിയിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി മക്കൾക്ക് കൊടുത്തു. പിന്നെ ഇതാ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങാൻ പുറത്തുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങാനാണെങ്കിൽ എന്ത് സാധനം വേണോ ഇവിടെ ഉണ്ട്. ഞങ്ങളിതാ ഐ ലവ് മൈസൂർ എന്നെഴുതിയ ഒരു ചെറിയൊരു ഇത് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങി ഞങ്ങളിതാ തിരികെ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.